KPCCയിലെ പുനഃസംഘടനയ്ക്ക് പിന്നാലെ DCCകളിലും സമഗ്ര മാറ്റത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. 10 DCCകളിൽ പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കാനുള്ള ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിലൊഴികെ പുതിയ അധ്യക്ഷന്മാർ എത്തും. തിരുവനന്തപുരത്ത് മുൻ MLA KS ശബരിനാഥന്റെയും ചെമ്പഴന്തി അനിലിന്റെയും പേര് മുൻനിർത്തിയാണ് ചർച്ചകൾ. ശബരിനാഥൻ അധ്യക്ഷനായാൽ യുവാക്കളെ ആകർഷിക്കാനാകുമെന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മികച്ച സംഘാടകൻ എന്നത് ചെമ്പഴന്തി അനിലിനും ഗുണകരമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കെ മുതിർന്ന നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള നേതാവ് എത്തണമെന്ന് നേതൃത്വം തീരുമാനിച്ചാൽ VS ശിവകുമാർ അധ്യക്ഷനായേക്കും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്ന VS ശിവകുമാറും ശബരിനാഥനും മാറി നിന്നാൽ ചെമ്പഴന്തി അനിലിന് സാധ്യത തെളിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുവജന കമ്മീഷൻ മുൻ അധ്യക്ഷൻ RV രാജേഷ്, മണക്കാട് സുരേഷ്, JS അഖിൽ എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ സീറ്റുകളിൽ ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് MLA ഉള്ളത്, കോവളത്തെ വിൻസെന്റ്. സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ശക്തമാക്കുക എന്നത് പുതിയ വരുന്ന DCC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ആ ദൗത്യം പാർട്ടി ആരെ ഏൽപ്പിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.